ഹലോ ഗൈസ്, വെൽക്കം ടു മസ്ലി ക്രിയേഷൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡിലീറ്റിന്റെയും അപ്ഡേറ്റിന്റെയും ക്വറീസ് ഏകദേശം സിമിലർ ആണ്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഡിലീറ്റ്, ദെൻ നമ്മൾ ടേബിൾ നെയിം. സോ ഇവിടെ ഞാൻ എംപ്ലോയീസ് ടേബിൾ എന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്, എംപ്ലോയീസ്. ഓക്കെ, ദെൻ നമ്മുടെ കണ്ടീഷൻ നോക്കി ഏത് റെക്കോർഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ജോൺ എന്ന് പറയുന്ന റെക്കോർഡാണ്. സോ അതിന്റെ ഐഡി ഇവിടെ കൊടുക്കുക. സോ വേർ ഐഡി ഈക്വൽ ടു 2. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സോറി ഞാനിവിടെ ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ് ടേബിളിന് മുമ്പായിട്ട് ഫ്രം ഇവിടെ കൊടുക്കണം. സോ അത് ഞാൻ മിസ് ചെയ്തു. ഇനി ഞാൻ എൻ്റർ അടിച്ചാൽ ഇവിടെ കാണാം നമുക്ക് ഡിലീറ്റ്, അതായത് ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിളിലെ ഡാറ്റ ഒന്നുകൂടെ ഫെച്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ടേബിളിൽ ഒറ്റ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ജോൺ എന്ന് പറയുന്ന റെക്കോർഡ് നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഞാൻ ടേബിളിലോട്ട് ഒരു വാല്യൂടെ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. സോ ഇൻസേർട്ട് ഇൻടു എംപ്ലോയീസ്, then id, name, email, gender. ഓക്കെ, വാല്യൂസ് id ഞാൻ 2 കൊടുത്തു. then name ഞാൻ വീണ്ടും ജോൺ എന്ന് ഇൻസേർട്ട് ചെയ്തു. സോ ജോൺ, ഇമെയിൽ എന്ന് പറയുന്നത് john@gmail.com, then gender mail. ഓക്കെ, സോറി ഞാനിവിടെ ഇമെയിലിൽ എല്ലാം വിട്ടുപോയിട്ടുണ്ട്. സോ ഇമെയിൽ. ഓക്കെ, ഇപ്പൊ ഞാൻ ആ ടേബിളിലോട്ട് ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 റെക്കോർഡ് ഉണ്ട്, ജോണും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ്. ഞാൻ നമ്മൾ നേരത്തെ ഡിലീറ്റ് ക്വറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ഡിലീറ്റിൽ നമ്മൾ അത് ഡിലീറ്റ് ടേബിളിനെ ദെൻ കണ്ടീഷൻ. സപ്പോസ് ഞാൻ ഡിലീറ്റ് ക്വറിയിൽ ഞാൻ കണ്ടീഷൻ കൊടുക്കാൻ വിട്ടുപോയാൽ എന്താ സംഭവിക്കും അത് നോക്കാം. സോ ഞാനിവിടെ ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ്, ഞാൻ ഇത്രയും കൊടുത്ത് കണ്ടീഷൻ കൊടുക്കാതെ ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ടേബിളിലുള്ള മുഴുവൻ റെക്കോർഡ്സും ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഞാൻ ഇനി ആ ടേബിളിൽ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 0 റോസ് ആണുള്ളത്, അതായത് എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ക്വറിയും അതുപോലെ തന്നെ ഡിലീറ്റ് ക്വറിയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വേറെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.